അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന്? മനസ്സിലാൻ വഴിയില്ലേ? ചെറിയൊരു ക്ലൂ കിട്ടി കാണും. വേറൊന്നും അല്ല, നമ്മൾ നിൽക്കുന്ന കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വന്നത് എന്തിനു വേണ്ടിയിട്ട്? അതിലും കൂടുതൽ നമുക്ക് ഉണ്ണിയപ്പം കൂടെ തിന്നാനൊരു മോഹം. ഇടയ്ക്കൊരു ന്യൂസൊക്കെ കേട്ടു, ഉണ്ണിയപ്പത്തിന്റെ ഈ ഉണ്ടാക്കുന്ന ഇതൊക്കെ മാറ്റി കൊടുക്കാൻ പോകുന്നു. അപ്പം ആ ഒരു ഒതന്റിക് ആയിട്ടുള്ള ആ ഒരു ഉണ്ണിയപ്പം മിസ് ചെയ്യുമെന്ന് വിചാരിച്ച് ഓടി വന്നതാണ്. അങ്ങനെ ന്യൂസ് കേട്ട് കറക്റ്റ് ആണോ അറിയത്തില്ല, എന്റെ ഇതിനെപ്പറ്റി അറിയത്തില്ല, ആധികാരികത അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അതെ, നമ്മളവിടെ ഉണ്ണിയപ്പം വാങ്ങിക്കാൻ നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് ഉണ്ണിയപ്പം വാങ്ങിക്കുന്ന ക്യൂ ആണ്. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കൂടെയാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും ഇവിടെ നിന്ന് ഓടി വരാം. ഉണ്ണിയപ്പം വാങ്ങി 1 മണിക്കൂർ എങ്ങാണ്ട് 1 മണിക്കൂറോളം ക്യൂ നിന്നു. കാരണം ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത 11:30 വരെ ഉണ്ട്. അപ്പം നമ്മളിപ്പം തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ല. 11:30 വരെ നമുക്കിവിടെ വരുന്നവരെല്ലാം ഉണ്ണിയപ്പം വാങ്ങിക്കുന്നുണ്ട്. അതാണ് അല്ലേ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്ര ഒരു പ്രത്യേക രുചിയാണ് ഇവിടുത്തെ ഉണ്ണിയപ്പം. മാത്രമല്ല ചൂടായിട്ട് തരുന്നുണ്ടല്ലേ. എനിക്കൊന്ന് വരുന്നവരെല്ലാം കൂടുതലും എത്ര വെയിറ്റ് ചെയ്താലും ഉണ്ണിയപ്പം വാങ്ങിയിട്ടേ പോകുന്നു. അതെ, അതിന് വേണ്ടിയിട്ടാണ് മിക്കവരും വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ഉണ്ണിയപ്പം കഴിച്ചു നോക്കാം. ഇപ്പോൾ ഒഫീഷ്യൽ ടേസ്റ്റിംഗ് അല്ലേ. കഴിച്ചോ? ഒന്നും പറയാനില്ല അല്ലേ. അടിപൊളി. തിരുവനന്തപുരത്ത് നിന്നല്ല, കാസർഗോഡ് നിന്നാലും അതെ, അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ആ ക്യൂലൊക്കെ നിന്നവര്, ഞാൻ ഈ ക്യൂവിൽ നിന്നപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങുന്നവർക്ക് ഭയങ്കര സന്തോഷം. ഓടി വന്ന് ഇരുന്ന് ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ട് പറയുന്നത്, ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത്രയും നേരം നിന്നത്, ഇത്രയും നേരം നിന്നിട്ട് ഇത് കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശത്തോടെയാണ് ആൾക്കാർ പറയുന്നത്. അതെ, പാൽപ്പായസവും കഴിക്കും. ആണോ പാൽപ്പായസം? ഇന്ന് ഫുൾ മധുരമായിരിക്കും. ഷുഗർ കൂടി പോലും കിടും. അപ്പൊ ചെറിയ മഴയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു മഴയുള്ള ഒരു ക്ലൈമറ്റാട്ടോ. പക്ഷെ ആളിനൊട്ടും കുറവില്ല. ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അങ്ങ് ചുറ്റാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത കാണിച്ചൊരു അടിപൊളി സാധനമാണ്. നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരു കുളമാണ്. മത്സ്യസമ്പത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇഷ്ടംപോലെ മീനുകളാണ്. ചെടാറ് കുളം കിട്ടി. ഇതുപോലെ ഇത്രയും വലിയ അമ്പലക്കുളം വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കമന്റ് കേട്ടോ. ഇതുവഴി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അവിടെയാണ് പടവ. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. നാളെ നമ്മൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് ഒരാൾ വീഴുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടൊക്കെ ഇറങ്ങാം. അപ്പം നമുക്ക് തൊഴുവാൻ പറ്റി അല്ലേ, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. അപ്പം നമ്മൾ ഇന്ന് തിരിച്ചു പോവാം അല്ലേ? തിരിച്ചു പോവാം. പക്ഷേ വരുന്നവർ വീക്ക് ഡേയ്സ് വരാൻ നോക്കുക. കാരണം വീക്കെൻഡ്സ് ഒക്കെ നല്ല തിരക്കാണ്. ഓണമൊക്കെ വരികയാണ്, ഇനി ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഇവിടെ വരിക, ഉണ്ണിയപ്പം കഴിക്കുക, പായസം ഉണ്ട് കേട്ടോ. എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി
നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് കുറെ നാളെ വീഡിയോ ഇതെല്ലാം മറന്നു. കുറച്ച് അപ്പോൾ നമുക്കിനി പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വിടാം. അതുവരെ ടേക്ക് കെയർ. ബൈ.